നമ്മളത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കുറുക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല, അമൃതം പൊടിയൊക്കെ കിട്ടുന്നില്ല നാട്ടിൽ. അപ്പോൾ നമുക്ക് വീട്ടിലത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്കറിയാവുന്ന കുറച്ച് പൾസസും ധാന്യങ്ങൾ നമ്മളതിന് മില്ലറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ കൂടി മിക്സാക്കി നമുക്ക് തയ്യാറാക്കണതാണത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വീട്ടിലുള്ള അവൈലബിൾ ഉള്ള സാധനങ്ങൾ എടുത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്കതിവിടെ ഉഴുന്നും പരിപ്പുണ്ട്, ഇത് സോയാബീനാണ്, സോയ ചങ്കല്ല സോയാബീൻ, പിന്നെ ചെറുപയർ പരിപ്പ്, ഇത് നിലക്കടല, ഇത് സാദാ കടല, ഇത് എള്ളാണ്, ഇത് തൂരപ്പരിപ്പ്, ഇത് നമ്മുടെ രായി, നമ്മൾ ഇതിൽ നമ്മൾ പഞ്ചിപ്പുല്ല് എന്നൊക്കെ പറയുന്ന നാട്ടിലത് അതാണ്. ഇത് നമുക്കിത്തിരി ഗോതമ്പ് പൊടിയും ഇത് അരിപ്പൊടിയാണ്. ഇത് നമ്മളിത് ഇതെല്ലാം ബാക്കിയെല്ലാം പൊടിച്ച ശേഷം ഇത് കൂടി മിക്സ് ആക്കും. അപ്പോൾ എല്ലാം കൂടെ എല്ലാ ന്യൂട്രീഷ്യൻസും എല്ലാ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എല്ലാം കുട്ടികൾക്ക് റിച്ച് ആയിട്ട് ഇതിനകത്ത് കിട്ടും. ഇത് നമ്മൾ പിന്നെ വെള്ളത്തിൽ കുറുക്കി ഉപ്പിട്ടിട്ടോ പഞ്ചസാര ഇട്ടിട്ടോ ഏതാ കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കുറുക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളെല്ലാം ചൂടാക്കി ഒന്ന് പൊടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി പൊടിക്കണവരെ കാണിക്കാം. അത് നമ്മളെ സോയാബീൻ നിറക്കില്ലേ അത് കേട്ടത്, അത് വറക്കില്ല കേട്ടോ, ഒന്ന് നല്ല ചൂടാക്കുകയുള്ളൂ പൊടിക്കാൻ പാകത്തിന്, വറുത്ത അതിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ അതിലേക്ക് കടലയിടും, ഈ പൾസസൊക്കെ കൂടി നമ്മൾ ഒന്നിച്ചിട്ട് തന്നെയാണ് ചൂടാക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ ചെറുപയറും വേവും, ഇത് മൂന്നും കൂടി ആദ്യം നല്ല ചൂടാക്കി എടുത്തിട്ട് ബാക്കി ചെറിയ ചെറിയ ഐറ്റം എല്ലാം അത് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ നല്ല ഇത് ചൂടാക്കി എടുത്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല ചൂടായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്, വറുത്തിട്ടില്ല, ചൂടായിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഈ തുവരപ്പരിപ്പൊന്ന് ചൂടാക്കുന്നു, അതിൻ്റെ കൂടെ നമ്മൾ ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ പരിപ്പ് കറുക ഏതോട്ട് കനം കുറവല്ല, അപ്പോൾ ഇത് വേറെ നമുക്ക് ചൂടാക്കി എടുക്കണം. ഇത് നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ആയി കഴിഞ്ഞാൽ അത് ചുവന്ന കളർ വന്നിട്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്നും മാറും. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തോട്ട് മാറ്റി. ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നത് ഈ നിലക്കടല, ഇത് വേറെ വറുത്തെടുക്കട്ടെ. ഈ നിലക്കടലയും വെള്ളവും കൂടി നമുക്ക് വേറെ പൊടിക്കാനുള്ളതാണ്. ഈ നിലക്കടലയല്ലേ അത് ചതഞ്ഞ് കിടക്കും, അതുകൊണ്ട് ഞാൻ ഇത്തിരി നന്നായി വറുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ടാവും, അവളെ ഇത് പൊടിഞ്ഞ് പൗഡറായിട്ട് വരില്ല. ഇനി നമ്മൾക്ക് അടുത്തത് എള്ള്, ഇത് ഞാനൊന്ന് വറുത്ത് വെച്ചതാണ്. അതിപ്പോൾ ഇതിൻ്റെ കൂടെ പൊടിക്കാൻ നേരത്തേക്ക് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. നേരത്തെ കുറച്ച് എള്ള് മേടിച്ച് വറുത്ത് വെച്ചതാണ്, ഒന്ന് ചൂടാക്കി അതിൻ്റെ കൂടെ മിക്സ് ആക്കണം. അത് പൊട്ടി പൊട്ടി വരുന്നതിൻ്റെ തന്നെ എന്നാലും ഇതിൻ്റെയൊക്കെ എണ്ണ ഒന്ന് തിരിയണ കാരണം ഇത് നമുക്ക് എണ്ണ ഒന്ന് വേറെ പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ആക്കും ഞാൻ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഇതാണ് നമ്മുടെ നാച്ചിനി എന്ന് പറയുന്നത് പഞ്ഞിപ്പുല്ല്, അതാണ്. അതിൻ്റെ കൂടെ ഞാൻ അല്പം ജീരകം കടുകും ചേർക്കുന്നുണ്ട്. കുട്ടികൾ ഇതൊക്കെ നല്ല ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ നമ്മളത് ചേർക്കുകയാണ് അതിൻ്റെ കൂടെ. ഇത് നമുക്ക് ചൂടായിട്ടുണ്ട് കേട്ടോ, ഈ നാച്ചിനി അല്ലേ പഞ്ഞിപ്പുല്ല് എന്നൊക്കെ പറയണത്, അതല്ല. അതിൽ ഞാനിപ്പോൾ ഈ മൊത്തത്തിൽ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കും കുട്ടികൾക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ചെറുപയറും ഇതൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്താവും കുട്ടികൾക്ക് ഗ്യാസ് കയറും. അതിനിപ്പോൾ നമ്മൾ അല്പം കായം ചേർത്ത് കൊടുക്കും, അധികം ചേർക്കില്ല, കുറച്ച്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഈ പൾസസൊക്കെ ആകുമ്പോൾ ചെറുപയറും പരിപ്പൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് നമ്മളത് ചേർക്കുന്നു. അപ്പോൾ ഇതും കൂടി നമ്മൾ ഇതിനകത്ത് മിക്സാക്കി ചേർത്ത് ഇനി ഇതെല്ലാം ചേർത്ത് പൊടിച്ചുകൊണ്ടുവരാം. ഇത് നമ്മൾ പൊടിച്ച് തള്ളിയെടുക്കുന്നതാണ് ഇങ്ങനെ കേട്ടോ. അതിൽ നിലക്കടലയും എള്ളും മാത്രം പൊടിച്ചിട്ടില്ല, അത് വേറെ പൊടിച്ചെടുക്കണം. കാരണം അത് എണ്ണ ഉണ്ടാവുകൊണ്ട് വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ അത് ഒന്ന് പൊടിച്ചതിൻ്റെ ശേഷം പിന്നെ ഇതിൽ പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് അതിനെ ശരിയാക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ, നമുക്ക് തള്ളിയെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ. അതുകൊണ്ട് ഇതിൻ്റെ ഈ പൊടിയുടെ ലാസ്റ്റാണ്. ഇനി നിലക്കടലയും എള്ളും കൂടി നമുക്ക് ഈ കപ്പിലൊക്കെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ച എണ്ണ കരിഞ്ഞിരിക്കും, അതുകൊണ്ടാണ് അത് വേറെ പൊടിക്കുന്നത്. ഇത് കടലയും എള്ളും കൂടി പൊടിച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് തെള്ളിയെടുക്കാനൊന്നും പറ്റില്ല, എണ്ണ കട്ട കുത്തിയില്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ടോ ഈ പൊടി ഒന്നും കൂടി ഇതിലോട്ടിട്ടിട്ട് ഇതിനെ പൊടിച്ചിട്ട് മിക്സ് ആക്കും നമ്മൾ. അപ്പോൾ അതിൻ്റെ എണ്ണ ഇതിനകത്ത് പൊടിയുമ്പോൾ ശരിക്കും നമുക്ക് പൊടിച്ച് തള്ളിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ല, അത് നമുക്ക് തെള്ളിയെടുക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പോൾ അതിൻ്റെ തള്ളാൻ പറ്റിയില്ല, ചിലപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നേരത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഒന്നും കൂടി പൊടിച്ചുകൊണ്ടുവരാം. നമ്മൾ ഇപ്പോൾ അത് കൂടി മിക്സായിട്ട് ജാറിൽ ഇതാക്കുന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് തെള്ളിയാലാണ് അത് വീഴുള്ളൂ, അല്ലെങ്കിൽ അത് വീഴില്ല. ഇതിൽ നമ്മൾ നിലക്കടലയും എള്ളും കൂടി പൊടിച്ചത് കൂടി ഇതിന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ അരിയും ഗോതമ്പും നമ്മൾ പൊടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിനകത്തൊന്നും മെല്ലെ ചൂടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് പൊത്താൻ വരും. ഇത് നന്നായിട്ട് മിക്സ് ആക്കുക.
അത് കഴിഞ്ഞ് 6 മാസത്തിൻ്റെ മീതെ 2 വയസ്സിലുള്ള കുട്ടികൾക്ക് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ 3 പ്രാവശ്യമോ എങ്ങനെയെങ്കിലും നമുക്ക് കൊടുക്കാം. അവിടുത്തെ കുട്ടികളൊക്കെ തന്നെയാണ് നമ്മളാണ് പൊടിച്ചുണ്ടാക്കുന്നത്. അത് കടയിൽ നിന്നൊന്നും നമ്മൾ ഫാരക്സോ ഒന്നും മേടിക്കാറില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് സാധാരണ കുട്ടികൾക്ക്. വല്ലാതെ വണ്ണവും ഇല്ല, എന്നാൽ നല്ല ഹെൽത്തിയാണ് പിള്ളേർ ഇവിടുത്തെ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഇത് നമ്മൾ മധുരട്ട് ഉണ്ടാക്കുന്ന പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അല്പം എന്നിട്ട് തേങ്ങാപ്പാലോ എന്തെങ്കിലുമൊക്കെ ചേർത്താൽ മതി. ഞാൻ ഉപ്പിട്ടിട്ടാണ് ശകലം ഉപ്പ് ചേർത്താണ് നോക്കി കൊടുക്കുന്നത് 1 വയസ്സിൻ്റെ ശേഷമുള്ള കുട്ടികൾക്ക്. അപ്പോൾ നമ്മളിതിന് തേങ്ങാപ്പാലോ എന്തെങ്കിലും ചേർക്കും നമുക്കന്ന് അവൈലബിൾ ആണെങ്കിൽ. അല്ലെങ്കിൽ അത് തന്നെയാണ് അവരുടെ ആഹാരം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെ പ്രോട്ടീൻ അകത്ത് ചെല്ലുന്നുണ്ട്. ഇല്ലേ മേടിക്കുന്നതിൽ നമുക്കറിയാൻ പറ്റില്ല. അമൃതം പൊടിയൊക്കെ നാട്ടിൽ കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെയാണ്. അത് മേടിച്ച് കൊടുക്കുന്നവരുണ്ട്, അവർക്കത് ചെയ്യാം. അല്ലാത്തവരുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഇതാ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കാം. നമ്മളിത് നല്ലൊരു പ്ലാസ്റ്റിക് കവറിൽ ആക്കിയിട്ട് ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല ഹെൽത്തി ആയിട്ട് വളരാമെന്നുള്ള ആശംസകളോടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലെ.